ഒരു കഥ പറഞ്ഞോ. എന്താ ഒരു കഥ? കഥയും കടങ്കഥയും അല്ലാത്ത ഒന്നാവാം. ഒന്നിനോളം മറന്നു പറഞ്ഞിട്ട് എന്താ കാര്യം? വിവരവും പ്രാപ്തിയില്ലാന്ന് വന്നപ്പോ തീർന്നില്ലേ എല്ലാം? മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മികച്ചതും എന്നാൽ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെ പോയതുമായ ഒരു ചിത്രമാണ് 1988 പുറത്തിറങ്ങിയ ഉത്സവ പിറ്റേന്ന്. ഞാൻ എന്തിനാ ഈ കോവിലകത്ത് ഒന്ന് പിറന്നു? എന്തുകൊണ്ട് കല്യാണി അമ്മയുടെ മകനായി ഏതെങ്കിലും ഒരു കൊച്ചു വീട്ടിൽ പറഞ്ഞില്ല? കൊച്ചു കുട്ടികളുടെ പോലെ മരത്തിന് മുള്ള കളി. ഹായ്, നിന്റെ ജന്മെന്താ? വാനലോകത്തിലാ? കുട്ടൻ ഏതായിരുന്നു മെലിഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ? ഇല്ല, വെറുതെ തോന്നണതാവും. സ്നേഹമുള്ളവർക്ക് അങ്ങനെ തോന്നും. അത് ശരി. ഞാനൊരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചാല് അത് വിലക്കാനും വേണ്ടാന്ന് വെപ്പിക്കാനും നീ ആരാ ഇവിടെ? നീ ആരാണ്? എല്ലാവർക്കും അവരവരുടെ കാര്യം നോക്കാനേ സമയമുള്ളൂ. എനിക്ക് മാത്രം മറിച്ചു. എന്നാലും വസ്തുക്കൾ വിൽക്കേണ്ടി വരുമ്പോ എനിക്ക് സന്തോഷമാണ് കല്യാണിമേ. പ്രമാണത്തിൽ ഒപ്പിടണമല്ലോ. അപ്പോഴെങ്കിലും ഞാൻ ഇവിടെ ആരെങ്കിലും ആണെന്ന് വരുന്നുണ്ടല്ലോ, അത് മതി. ഭരത് ഗോപിയുടെ സംവിധാനത്തിലും ജോൺ പോളിന്റെ തിരക്കഥയിലും പിറന്ന ഈ ചിത്രത്തിലെ അനിയൻ തമ്പുരാൻ എന്ന കഥാപാത്രം പ്രേക്ഷകരെ എന്നും വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. അച്ഛൻ വന്നു ഞാൻ ഓടി വരികയായിരുന്നു. അച്ഛനല്ല, അമ്മാവനെ വിളിക്കുന്നത്. അച്ഛാന്ന് മറിയാവോളം വിളിച്ചിട്ടില്ല. ആചാരം എന്താവട്ടെ, ഞാൻ അച്ഛനെ വിളിക്കും. വലിയ ബഹളങ്ങളോ സിനിമാറ്റിക് പ്രകടനങ്ങളോ ഒന്നുമില്ലാതെ തികച്ചും റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഒരാൾ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതുകൊണ്ട് അവനവൻ ഉണ്ടാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ചാണ് എല്ലാവർക്കും ചിന്ത. അല്ലാണ്ട് അത് സംഭവിച്ച ആൾക്ക് എന്താ ഉണ്ടാവുക, അയാളുടെ നില എന്താവും, അത് ആലോചിക്കാൻ ആർക്കും വയ്യ. എനിക്ക് മാത്രം അതിന് കഴിയുന്നില്ല. ചിലപ്പോ അത് തന്നെയാവും എന്റെ തരക്കേട്. ഞാൻ ഈ കോവിലകത്ത് ആരുമല്ലേ കല്യാണിയമ്മേ. എന്താ വേണ്ടിയെന്ന് ഏട്ടൻ പറഞ്ഞാൽ മതി. കല്യാണം കഴിച്ച കുട്ടിക്ക് പഠിപ്പുണ്ട്. ആ കുട്ടിക്ക് മനസ്സിലാവുന്ന അത്രയും കാര്യങ്ങൾ പറയാനുള്ള വിവരം എനിക്കില്ല. പാവം, എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രം പറയാൻ താഴേക്ക് ഇറങ്ങി വരികയാണ്. ഏട്ടൻ ഇനിയൊരു ഏട്ടനുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ഏട്ടത്തി ഉണ്ടായിരുന്നെങ്കിൽ, അവര് ഏട്ടത്തിയോട് ഇങ്ങനെ പറഞ്ഞ ഏട്ടനോ ഇവക്കോ അത് രസിക്കോ? തമാശക്കാരനായ വെറും ഒരു കോമാളി. എല്ലാരും എന്നെ അങ്ങനെ കണക്കാക്കിയിട്ടുള്ളൂ. ഞാൻ എന്ത് പറഞ്ഞാലും ആരും വില വെക്കില്ല. വസ്തുവകകൾ വിറ്റ് പണം ഉണ്ടാക്കേണ്ട അത്യാവശ്യം ഇപ്പൊ എന്താ? അറിയാൻ എനിക്കെന്താ അവകാശമില്ലേ? അറിയണം. അറിഞ്ഞിട്ടേ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ പറ്റും. മതി, എനിക്കുത്തരം കിട്ടി. പറഞ്ഞിടയ്ക്ക് സ്വാധീനിക്കാനുണ്ടല്ലോ തന്നെപ്പോലുള്ള ആൾക്കാർ. കോവിലത്തെ സ്വത്തുക്കളുടെ കാര്യം ഞങ്ങൾ ഏറ്റവും അനിയും തമ്മിൽ പറഞ്ഞോളാം. താൻ ചെല്ലപ്പറ്റിയ നിൽക്കേണ്ടത് നിന്നാ മതി. ഞാനിപ്പോ ഒരാണായി അല്ലേ? ഞാനിപ്പോഴാണ് അറിഞ്ഞത് ഇത്രയും ധൈര്യവും ശൗര്യവും എന്നിൽ ഉറങ്ങിക്കിടപ്പുണ്ടെന്ന്. എല്ലാം കഴിഞ്ഞിടത്ത് നിന്നും ചില തുടക്കങ്ങളില്ലേ മാഷേ? മുമ്പേ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ രണ്ടാളുടെ ഇടയിലേക്ക് വരില്ലായിരുന്നു. നിങ്ങൾക്ക് തമാശ കാണുന്ന ഇഷ്ടമല്ലേ? എല്ലാവരും വട്ടത്തിൽ ഒന്ന് നിന്നേ. ഒന്നോളം ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തമാശയാണ് കാണാൻ പോകുന്നത്. സ്പോട്ട് ലൈറ്റ് വേണം, മ്യൂസിക് വേണം, അങ്ങനെ ഒരു ട്രെയിനിങ്. അതോ കുട്ടിയേട്ടൻ എന്താ പറയാറ്? സ്പോട്ട് ലൈറ്റും മ്യൂസിക്കും ഇല്ലാണ്ട് അഭ്യാസം കാണിക്കാൻ പറ്റില്ല എന്നല്ലേ? സ്പോട്ട് ലൈറ്റ് മുകളിലുണ്ട്, അതാ. മ്യൂസിക്കിനല്ലേ നിങ്ങൾ? എല്ലാരും ചേർന്ന് നന്നായിട്ടൊന്ന് കൈകൊട്ടിയേ. കൂടെ ഹരത്തില്. ഞാൻ വരില്ല മാഷെ. എവിടേക്കും വന്ന എന്റെ തമ്പുരാൻ ഒറ്റയ്ക്കോ? ഈ അസ്ഥിത്തറയിൽ വിളക്ക് വെക്കാൻ ഞാൻ വേണം. ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ പാവം തമ്പുരാന്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട മോഹൻലാൽ ചിത്രം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.